വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരെ നടന്ന ജനകീയ യാത്രയിൽ UDF നേതാക്കൾ പങ്കെടുക്കാത്തത് തിരിച്ചടിയായി കരുതുന്നില്ല എന്നാണ് PV അൻവർ MLA പക്ഷം. ഒരു ജനകീയ വിഷയം ആയതുകൊണ്ടാണ് ഇവരെയെല്ലാം ക്ഷണിച്ചത് എന്നാണ് അൻവറിന്റെ നിലപാട്. UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും മനസ്സ് തന്റെ കൂടെ ആണ് എന്നും അൻവർ പറയുന്നു. നമ്മളിതൊരു ജനകീയ യാത്രയാണ്. ഈ വിഷയം ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. നേതൃത്വം ഒക്കെ കാണേണ്ടത് ഇത് അത്രയും ജനകീയമായിട്ടുള്ളൊരു വിഷയമാണ്. അതിൽ സഹകരിക്കണോ സഹകരിക്കണ്ടേ എന്നുള്ളത് ആലോചിക്കേണ്ടത് ആ ലീഡർഷിപ്പാണ്. CV അനുമോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, DCC അധ്യക്ഷനടക്കം വിട്ടുനിന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. അപ്പോഴും അൻവർ UDF-ലേക്ക് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാമല്ലോ, ഇതൊക്കെ അരങ്ങത്ത് നടക്കുന്ന ചർച്ചകളല്ല, അണിയറയിലാണ് ഇത്തരം ചർച്ചകളും നീക്കങ്ങളും ഒക്കെ നടക്കാറുള്ളത്. അതിൽ നിന്ന് എന്താണ് അനുമോദ് മനസ്സിലാക്കേണ്ടത്? ഈ UDF-ന് അപ്പുറത്തേക്ക് ഒരു സാധ്യതയുണ്ടോ? അഭിലാഷ്, നമ്മൾ കഴിഞ്ഞ ദിവസം PV അൻവറുമായി നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ജനകീയ യാത്രയിൽ UDF നേതാക്കൾ വിട്ടുനിൽക്കുന്നതിന്റെ ഒരു നിരാശ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ ഒരു യാത്ര അദ്ദേഹം ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാവി നടപടികൾക്ക് കൂടി സഹായകമാകുന്ന തരത്തിലൊരു പ്രക്രിയയായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF-ന് കൂടി താല്പര്യമുള്ള, UDF കൂടി ഉന്നയിക്കേണ്ട ഒരു വിഷയത്തിൽ PV അൻവർ MLA വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു യാത്ര നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും UDF ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തുടർ പ്രവർത്തനങ്ങൾക്ക് അത് നൽകുന്ന ഊർജ്ജം വലുതാകും. മാത്രമല്ല UDF-ലേക്ക് കുറെ കൂടി അടുക്കുവാൻ ഇത് സാഹചര്യം ഒരുക്കുകയും ചെയ്യും. എന്നാൽ UDF നേതാക്കൾ ഇപ്പോൾ അതിൽ പങ്കെടുക്കുന്നില്ല. അൻവറിന്റെ മാത്രം യാത്രയാണെന്ന് K സുധാകരൻ കൂടി വ്യക്തമാക്കിയതോടെ ലീഗും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ലീഗ് നേതാക്കൾ ഇതിൽ UDF നേതൃത്വത്തെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന നിലപാടിലാണ്. പക്ഷെ ഒരു കാര്യം, അൻവർ ഉന്നയിച്ച ഈ വിഷയത്തോട് ലീഗ് നേതാക്കൾക്കും കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾക്കും വലിയ പിന്തുണ നൽകുന്നുണ്ട്. മാനസികമായിട്ട് അവർ ഇതിനോട് അനുകൂലമായിട്ട് നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ET മുഹമ്മദ് ബഷീറൊക്കെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ വിഷയത്തിന്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടാണ് അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്ന പോലെ എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അൻവറിനോടുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മയാണ് ഇതിൽ ഈ വിഷയങ്ങൾ കുറെ കൂടി വഷളാക്കുന്നത് അൻവറിനെ സംബന്ധിച്ച് എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ. കോൺഗ്രസിലെ ഒരു വിഭാഗം അൻവറിനോട് അനുകൂല സമീപനം സ്വീകരിക്കുമ്പോഴും മറുവശത്ത് അൻവറിനെ അത്ര സ്വീകാര്യമല്ലാത്ത രീതിയിൽ കണക്കാക്കുന്നവരുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിയൊരുക്കിയിട്ടുള്ളത്. എന്നാണെങ്കിൽ അൻവറിനെ സംബന്ധിച്ച് UDF പ്രവേശനം അടഞ്ഞ അധ്യായമൊന്നുമല്ല. പക്ഷേ വിചാരിച്ച അത്ര എളുപ്പമാകില്ല എന്ന് തന്നെ വേണം കരുതുവാൻ. ഒറ്റയ്ക്ക് നിന്ന് തൻ്റെ കരുത്ത് കാണിച്ച് തനിക്കൊപ്പം അണികളുണ്ടെന്ന് തെളിയിക്കുകയാണിപ്പോൾ അൻവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അത് ഏത് തരത്തിൽ ഈ UDF-ലേക്ക് അൻവർ വരുന്നത് ഗുണം ചെയ്യും എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നൊരു കാര്യം. രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ. ഒന്ന്, അൻവർ വന്നു കഴിഞ്ഞാൽ നിലമ്പൂർ സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കം അത് കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യമാകും. മാത്രമല്ല മറുവശത്തിരുന്ന് കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ വലിയ തോതിൽ പ്രതിസന്ധിയാക്കിയ നേതാവ് UDF-ലേക്ക് വരുമ്പോൾ നാളെ UDF-നെതിരെയും ഇതുപോലെ ഒരു സാഹചര്യം ഒരുക്കില്ല എന്ന് ഭയപ്പെടുന്നവരുമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ രണ്ട് കാര്യങ്ങളും തന്നെയാണ് കോൺഗ്രസിൽ അൻവറിനെ സ്വീകരിക്കുന്നത്, UDF-ലേക്ക് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആശങ്കയുയർത്തുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഭാവി ചർച്ചകളും പരിപാടികളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച്. തീർച്ചയായും ജനകീയ വിഷയങ്ങളിൽ അടക്കം ഇടപെട്ടുകൊണ്ട് കരുത്ത് കാണിക്കാനുള്ള നീക്കം അൻവറിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സർക്കാരിനെ താഴെയിറക്കുന്നതിന് വേണ്ടി ആരുമായും സഹകരിക്കുമെന്ന തരത്തിൽ അൻവറിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുമ്പോഴും അത് UDF-ലേക്ക് എന്ന ശ്രമം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം